Good afternoon all. Good afternoon. Okay, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Class response yellow. Good afternoon, ma'am. Good afternoon, but the response only. Good afternoon, Okay, ma'am. then class Good afternoon, ma'am. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ദെൻ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് എന്റെ പേര് പ്രീസ. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സുകൾ ഞാനായിരിക്കും എടുക്കുന്നത് ഇനി. അപ്പോ ദെൻ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹോസ്പിറ്റലാണ്. അപ്പോ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദെൻ ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യും എടുക്കും. ദെൻ ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സുകളും മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. ഇനി ക്ലാസ്സുകൾ മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണണം. കാരണം കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടേ പറ്റൂ. ദെൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുള്ള കാര്യങ്ങളൊക്കെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോവുക. ദെൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സുകള് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെയല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെയല്ലേ നിങ്ങൾക്ക് തുടങ്ങിയത് ക്ലാസ്സുകള്? എങ്ങനെയുണ്ട് ടീച്ചേഴ്സ്, ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ ദെൻ നമുക്ക് ക്ലാസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഞാൻ എടുത്തൊന്നും ബോറടിപ്പിക്കുന്നില്ല. ഇന്നിപ്പോ നമുക്ക് അറിയാലോ, നമുക്ക് ഇന്ററാക്ഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല, ഓൾമോട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കാരണം വളരെ ഡിസ്റ്റർബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഇത് വെച്ചിരിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യമുള്ള ഡൗട്ട്സുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ എടുക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫ്ലോ പോകും, ടീച്ചേഴ്സിന്റെ ഫ്ലോ പോകും. പിന്നെ അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. ദെൻ നമ്മുടെ ക്ലാസ് കഴിഞ്ഞൊരു 10 minutes നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇന്നത്തെ ക്ലാസ്സിന്റെ ഇടയിൽ ടുമാറോ നാളെ ആയിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ ഇത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും മോക്ക് ടെസ്റ്റുകളൊക്കെ. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ ഓരോ ദിവസത്തെ ഏതൊക്കെയാണോ എത്ര പോർഷൻസ് ആണ് എടുത്തിരിക്കുന്നത് ആ ഭാഗത്തു നിന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ മോക്ക് ടെസ്റ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. സോ അത് കൃത്യമായിട്ടും ചെയ്യുക. അത് ചെയ്താൽ തന്നെ നമ്മളൊരു 50% പഠിച്ചു കഴിഞ്ഞതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ്ലി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ നമ്പർ എത്രയായിരുന്നു? ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ PDF മീൻസ് ചാപ്റ്റർ 6 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ചാപ്റ്ററിന്റെ പേര് നോക്കാട്ടോ, നമ്പർ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് മൊഡ്യൂളുള്ള ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇനി കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അല്ലെ? ഓക്കെ, ചാപ്റ്റർ 6. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നത് അല്ലെ? കുറച്ചധികം പേരുണ്ടോ ടെക്സ്റ്റ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ? ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കണല്ലേ, ടെക്സ്റ്റ് ബുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ദെൻ അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണോളൂ കേട്ടോ. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്? ഡോക്ടർ ആണോ, നേഴ്സ് ആണോ, പേഷ്യന്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, അല്ലെങ്കിൽ ഡോക്ടർ ആണോ? ഡോക്ടർക്ക് പ്രാധാന്യമുണ്ട് അല്ലെ? സമ്മതിച്ചു, ഡോക്ടർ അല്ലാന്ന് ഞാൻ പറയുന്നില്ല.
എങ്കിലും ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ, ആണോ? ഒരു ഹോസ്പിറ്റലിൽ വെറുതെ ഡോക്ടർ നഴ്സും മാത്രം വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിലനിൽപ്പാകുമോ? ഇല്ല, അല്ലെ? അങ്ങനെ നമുക്കറിയാം ഒരു പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിൽ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ? അവിടെ പേഷ്യന്റിനാണ് നമ്മൾ കുറച്ച് മുഖ്യ റോള് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഔട്ട്, ഇൻ ആൻഡ് ഔട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉള്ളിൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഔട്ട് മീൻസ് എന്താണ്? പുറത്തുനിന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ? അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുറത്തുള്ള പേഷ്യന്റ്, അല്ലെ? ആണോ? ഔട്ട് പേഷ്യന്റ് മീൻസ് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ചെറിയ എന്തെങ്കിലും, നിങ്ങളിപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു. ഡോക്ടർ ചിലപ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ നൽകി, അതിനുശേഷം മെഡിസിൻ ഒക്കെ തന്നു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു, അല്ലെ? നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നു. ആ ഒരു സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ നമ്മൾ ആരാണ്? ഔട്ട് പേഷ്യന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ് ചെയ്തു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്നു. ഔട്ട് പേഷ്യന്റ് ആണത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇൻ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? ഇൻ പേഷ്യന്റ് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കിയേ. അഡ്മിറ്റഡ് ആകുന്ന പേഷ്യന്റ് ആണ് ഇൻ പേഷ്യന്റ്. നെക്സ്റ്റ് നമുക്കൊരു ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും കൂടി പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്താല് ഹോസ്പിറ്റലിലേക്ക് വന്നു, ദെൻ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ്സ് എടുത്തു, ഡോക്ടറിന്റെ അടിസ്ഥാന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, മെഡിസിൻ ഒക്കെ നമുക്ക് നൽകി, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്കിനി ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. ഇൻട്രൊഡക്ഷൻ. OPD. OPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മള് ഫസ്റ്റിൽ തന്നെ പറയാം, നമ്മൾ ഓരോ ചാപ്റ്ററിലും ഒത്തിരി ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. ഈ എല്ലാ ഫുൾ ഫോമുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യാം. കാരണം നിങ്ങൾ ഒരു റഫ് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? റഫ് ബുക്ക് അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ബുക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ബുക്ക് എടുത്തിട്ട് നമ്മൾ ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്ററും എടുക്കുമ്പോൾ അതിൽ ഒത്തിരി ഫുൾ ഫോമുകൾ നമുക്ക് ഇനി പഠിക്കാൻ അങ്ങോട്ട് ഉണ്ട്. അപ്പോ ഓരോ ദിവസം എടുക്കുന്നതിൽ വരുന്ന ഫുൾ ഫോമുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എല്ലാം ഞാൻ നിർബന്ധം പറയുന്നില്ല, അതെന്തായാലും നല്ലൊരു ഭാവിയിൽ നിങ്ങൾക്ക് അത് ഒരു ഉപകാരപ്പെട്ടതൊന്നും തന്നെയായിരിക്കും. കാരണം എക്സാമിന് ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്. സോ അതിനുവേണ്ടി മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ മീൻസ് ഓരോരുത്തരുടെ എന്താ പറയാ ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഓരോ ബാച്ചിനോടും പറയാറുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോ OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD means outpatient department where patient comes to the hospital to consult their health issues with the doctors to start the treatment. അല്ലെ? അപ്പൊ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ദെൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സോ പേഷ്യന്റ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ദെൻ ഡോക്ടർ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഡോക്ടർ എന്ത് ചെയ്തു? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. OPD services are medical care provided on an outpatient basis. ഒരു ഔട്ട്പേഷ്യന്റ് ബേസിസിലാണ് OPD സേവനങ്ങൾ നൽകുന്നത്. ഔട്ട്പേഷ്യന്റ് ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റഡ് ആക്കാതെയുള്ള സേവനങ്ങളാണ് നൽകുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ ഇനി പറയുന്നവ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ, അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാതെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ഇനി അവ ഓരോന്നും എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓക്കെ ആണോ? ഔട്ട് പേഷ്യന്റ് എന്താണ്? ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് പേഷ്യന്റ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ദെൻ ഡോക്ടർ
ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. OPD ബേസിസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് അഡ്മിറ്റ് ചെയ്യാതെ തന്നെ എല്ലാ സേവനങ്ങളും ആ പേഷ്യന്റിന് നമ്മൾ നൽകുന്നു. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ചിലപ്പോൾ ഇപ്പൊ ഒരു പനി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഒബ്സർവേഷന് കിടത്താറുണ്ട്. ഒന്ന് ട്രിപ്പൊക്കെ ഇടും ഇല്ലേ? ചെയ്യാറുണ്ടോ? ട്രിപ്പ് ഇട്ടൊക്കെ കിടത്തും പേഷ്യന്റിനെ. പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യുകയാണോ? ആ ട്രിപ്പ് തീരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ വിടും അല്ലേ? അപ്പൊ അതെല്ലാം ഈ OPD-യിൽ വരുന്നതാണ്. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നും കൂടി നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതാണ് ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡയഗ്നോസിസ്? ഡയഗ്നോസിസ് മീനിങ് എന്താ? ശില്പ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്ത് ഡയഗ്നോസിസ് മലയാളത്തിൽ എന്താ പറയാ? ടെസ്റ്റ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? വെറുതെ ചുമ്മാ നമ്മൾ ടെസ്റ്റ് ചെയ്യണോ? രോഗനിർണയം അല്ലെ? എന്താണോ അസുഖം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് നോക്കാം. The identification of the nature of an illness or other problem by examination of symptoms. അല്ലെ? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. എന്തെങ്കിലും ലക്ഷണങ്ങളിലൂടെ നമ്മൾ പരിശോധനയിലൂടെ രോഗം തിരിച്ചറിയുകയാണ്. മീൻസ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തി വന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഭയങ്കര തലകറക്കം അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയർഡ്നെസ് ഒക്കെയാണെന്ന് പറയണം. അപ്പൊ വേണമെങ്കിൽ ഡോക്ടർ പറയും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് പറയും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ്? HB ഭയങ്കര കുറവാണ് അല്ലെ? അപ്പൊ ടെസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആൾക്ക് ബ്ലഡ് കുറവെന്ന് കണ്ടുപിടിച്ചത്. ആ ലക്ഷണം വന്നു അല്ലെ? അതായത് ഭയങ്കര തളർച്ചയാണെന്ന് പറയുന്ന ആള് എപ്പോഴും ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സിംറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ രോഗം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. രോഗം കണ്ടെത്തുക. ഓക്കെ, ക്ലിയർ ആണോ? ഡയഗ്നോസിസ് ക്ലിയർ ആണോ? എന്താണ് ഡയഗ്നോസിസ്? ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നതിന് റിപ്ലൈ ചെയ്യാട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡയഗ്നോസിസ് ആണ് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്സർവേഷൻ. എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഒബ്സർവേഷൻ അല്ലെ? പേഷ്യന്റ് ഒബ്സർവേഷനിലാണെന്ന് പറയും ഇല്ലേ? ഉണ്ടോ? കേൾക്കാറില്ലേ? നമ്മള് എപ്പോ ഹോസ്പിറ്റലിൽ പോയാലും ഒബ്സർവേഷനിലാണെന്നൊക്കെ നമ്മൾ പേഷ്യന്റ് ഇപ്പൊ ഒബ്സർവേഷനിലാണെന്ന് പറയാറുണ്ടോ? യെസ് അല്ലെ? എന്താണ് അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻ മലയാളത്തിൽ നമുക്ക് പറയാം നിരീക്ഷണം അല്ലെ? നിരീക്ഷിക്കുക. The action of closely monitoring someone അല്ലെ? ഒരു വ്യക്തിയെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക, നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോ മെഡിസിൻസ് ചിലപ്പോ നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഒബ്സർവേഷൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് പോകാട്ടോ എന്ന് പറയും അല്ലെ? കാരണം എന്തെങ്കിലും പെട്ടെന്ന് ആഫ്റ്റർ ബുദ്ധിമുട്ടുകളൊക്കെ വന്നോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോ പേഷ്യൻസിനെ ഒന്ന് ഒബ്സർവേഷൻസിലൊക്കെ കിടക്കും. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ചിലപ്പോ നമ്മൾ കുഞ്ഞുകുട്ടികളൊക്കെ ആണെങ്കിൽ വീഴ്ചയൊക്കെ സംഭവിച്ചിട്ട് ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ ചിലപ്പോ എക്സ്റേ എടുത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല എങ്കിലും ചിലപ്പോ ഒബ്സർവേഷനിൽ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറയും. കാരണം എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ഒബ്സർവേഷനിൽ കിടക്കും. ഇപ്പൊ ക്ലിയർ ആയോ ഒബ്സർവേഷൻ എന്താണെന്ന്? ഒബ്സർവേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഡയഗ്നോസിസ് പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ കൺസൾട്ടേഷൻ. എന്താ ഈ കൺസൾട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം നമുക്കറിയാലോ. കൺസൾട്ടേഷൻ മീൻസ് കൂടിക്കാഴ്ച. A meeting with an expert medical officer in order to seek advice അല്ലെ? നമുക്കൊരു ഉപദേശത്തിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന കൺസൾട്ടേഷൻ മീൻസ് ഡോക്ടേഴ്സിനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെ? അതായത് നമ്മൾ ഒരു എക്സ്പേർട്ടിനെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ അവരോട് ഒരു അഡ്വൈസ് വാങ്ങിക്കുന്നതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ ഒരു ഉപദേശം തേടുന്നതിനായിട്ട്, അതായത് ഒരു വിദഗ്ധരെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യും അല്ലെ? നമുക്ക് ഉപദേശങ്ങളൊക്കെ തരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ട്രീറ്റ്മെന്റ്, ചികിത്സ.
അല്ലെ നമ്മൾക്ക് ട്രീറ്റ്മെന്റുകൾ നൽകുന്നത്. The medical care given to a patient for an illness or injury. മെഡിക്കൽ കെയർ, ഒരു മെഡിക്കൽ പരിചരണം പേഷ്യന്റിന് നൽകുന്നു. എന്തിനു വേണ്ടി? ഇൽനെസ് ആയിട്ടോ ഇഞ്ചുറി ആയിട്ടോ വരുന്ന പേഷ്യൻസിന് നൽകുന്ന ഒരു സേവനം, അതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ കെയർ അവർ നൽകുന്ന ഒരു ആരോഗ്യ ഒരു പരിഗണന. അല്ലെ, ഇപ്പൊ ഒരു ഇഞ്ചുറി ആയിട്ട് വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ ഇൽനെസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് മെഡിക്കൽ കെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രീറ്റ്മെന്റ് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരുപാട് മെഡിക്കൽ ടൈം ഒന്നും ഇല്ല, നമ്മളുടേതായ രീതിയിലോട്ട് നമുക്ക് പറയാം അല്ലെ. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഇന്റർവെൻഷൻ. എന്താണ് ഇന്റർവെൻഷൻ? മീൻസ് ഇന്റർവെൻഷൻ കേട്ടിട്ടുണ്ടോ കേട്ടോ? ഒന്ന് ഒരു ഇടപെടല് എന്താണെന്ന് വായിക്കാം. ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. അല്ലെ, ഒരു മെഡിക്കൽ ഡിസോർഡർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ എന്തെങ്കിലും വൈകല്യങ്ങൾ, അസുഖങ്ങളാകാം, അല്ലെങ്കിൽ ആരോഗ്യ വൈകല്യങ്ങളാകാം. ഇതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലുകൾ, അതായത് ഡോക്ടേഴ്സും നഴ്സും തമ്മിലൊരു ഇടപെടൽ പേഷ്യൻസിന്റെ കാര്യങ്ങളിൽ ആ പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലുകൾ, ഇതാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ചികിത്സാപരമായിട്ടുള്ള ഇടപെടലുകൾ, മറ്റിടപെടലുകളല്ല, ചികിത്സാപരമായിട്ടുള്ളത്. ആ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ഡിസോർഡർ മാറ്റാൻ വേണ്ടിയിട്ട്. അസുഖങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, മെഡിക്കൽ ഡിസോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അസുഖങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും എന്താ പറയാ അസുഖങ്ങളും വരാം, വൈകല്യങ്ങളൊക്കെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും തമ്മിലൊക്കെയുള്ള ഇടപെടലുകൾ. ലാസ്റ്റ് വൺ റീഹാബിലിറ്റേഷൻ. എന്താ റീഹാബിലിറ്റേഷൻ? കേട്ടിട്ടുണ്ടോ? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടോ? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയാമോ ആർക്കെങ്കിലും? റീഹാബിലിറ്റേഷൻസിന് എക്സാമ്പിള് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന് ഒരു എക്സാമ്പിൾ ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പറയാനുള്ളൊരു എന്താ പറയാ ഒരു സാഹചര്യം തരുന്നത്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. റീഹാബിലിറ്റേഷൻ ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ല ആരും? റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോ അതിനൊരു എക്സാമ്പിൾ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. റീഹാബിലിറ്റേഷൻ സർവീസ് എക്സാമ്പിള് എന്ത് പറയാം? തെറാപ്പി പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. തെറാപ്പി പറഞ്ഞല്ലോ, ഓക്കെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫിസിയോതെറാപ്പി പുനരധിവാസം. ഓക്കെ, റീഹാബിലിറ്റേഷന്റെ നമ്മൾ പ്രോപ്പർ മലയാളത്തിൽ എന്താ പറയാ? പുനരധിവാസം. ഓക്കെ, ഇനി വായിക്കാം കേട്ടോ, എന്നിട്ട് പറയാവേ. Rehabilitation means പുനരധിവാസം. The action of restoring someone to health or normal life through training and therapy after illness. എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോഴാണ് കുറച്ചും കൂടി ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഇപ്പൊ മേ ബി എന്തെങ്കിലും ആക്സിഡൻസും മറ്റും സംഭവിച്ചിട്ട് ആൾക്ക് ചിലപ്പോൾ ഒത്തിരി മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ദെൻ ആക്സിഡന്റ് സംഭവിച്ചു, ദെൻ അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ചിലപ്പോ എന്തെങ്കിലും എമർജൻസി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ദെൻ അപ്പോ സർജറി ഒക്കെ ചെയ്തു ആൾ ഓക്കെ ആയി. എങ്കിലും ആൾക്ക് സ്വയം നടക്കാനും മറ്റും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു ദെൻ ആൾക്ക് പഴയ പോലെ ആകുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് നാള് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും പുനരധിവാസത്തിന്. അതായത് പഴയ പോലെ അല്ലെ നമ്മള് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 മാസത്തോളോ 2 മാസത്തോളോ, ചില പേഷ്യൻസിനൊക്കെ 6 മാസത്തോളം, കുറച്ച് നീണ്ട കാലയളവൊക്കെ ഇതുപോലെ തന്നെ എന്താ പറയാ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ. ഇംപ്രൂവിങ്, റെഡ്യൂസ് ഡിസബിലിറ്റി കുറയ്ക്കാൻ, അതുപോലെ തന്നെ നോർമൽ ലൈഫിലോട്ട് ആള് മുമ്പ് എങ്ങനെയായിരുന്നു തന്നെ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീഹാബിലിറ്റേഷൻ. നമ്മള് ഒരു ഇല്ലസിന് ശേഷം ആൾക്ക് ഇപ്പൊ ഒരു അസുഖമൊക്കെ കഴിഞ്ഞു, സർജറി ഒക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിന് പഴയ നോർമൽ ലൈഫിലെ പോലെ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഹാബിലിറ്റേഷൻ സർവീസസുകൾ കൊടുക്കുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റീഹാബിലിറ്റേഷൻ
നെക്സ്റ്റ് നമുക്ക് വരുന്നുണ്ട് റീഹാബിലേഷൻ കേട്ടോ. അപ്പൊ ഒന്നും കൂടി നമുക്ക് പറയാം. അപ്പോ ഒ പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ്. അവിടെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ആകുന്നില്ല, പകരം ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ഡോക്ടറെ കാണുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ വാങ്ങിക്കുന്നു, തിരികെ പോകുന്നു. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗത്തെ നിർണ്ണയിക്കുന്നു, നമ്മൾ ടെസ്റ്റുകളും മറ്റും ചെയ്യുന്നത്. ഒബ്സർവേഷൻ മീൻസ് മോണിറ്ററിംഗ് സംവൺ, ഒരു വ്യക്തിയെ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നു. കൺസൾട്ടേഷൻ മീൻസ് ഒരു മീറ്റിംഗ് ആണ്, ഒരു കൂടിക്കാഴ്ച, ഒരു എക്സ്പേർട്ടോ മെഡിക്കൽ ഓഫീസറോ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ട്രീറ്റ്മെന്റ് മീൻസ് ഒരു ഇൽനെസ് ആയിട്ടോ ഇഞ്ചറി ആയിട്ടോ വരുന്ന പേഷ്യൻസിന് ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കെയർ, ആരോഗ്യ പരിചരണം നൽകുന്നത്. ഇന്റർവെൻഷൻ മീൻസ് ആക്ഷൻ ടേക്ക് ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ, ഒരു വ്യക്തിയുടെ മെഡിക്കൽ ഡിസോർഡർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇന്റർവെൻഷൻ, ഒരു ഇടപെടലുകൾ നടത്തുന്നു. ഡോക്ടേഴ്സും അല്ലെങ്കിൽ നഴ്സസ് ഒക്കെ തമ്മിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നത്. റീഹാബിലിറ്റേഷൻ മീൻസ് ഒരു വ്യക്തിയെ ഒരു ഹെൽത്ത് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങും തെറാപ്പികളൊക്കെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗം നോക്കിയാണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷനും നമ്മളിപ്പോ പറഞ്ഞത്ര ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ എടുത്ത് അത്രയും ക്ലിയർ ആണല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ മനസ്സിലാവാത്തതോ ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ പറയാം. ദെൻ അപ്പൊ നമ്മള് എന്താണ് ഒ പി ഡി എന്ന് കണ്ടു. ഒ പി ഡി സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ഒ പി ഡി. ഒ പി ഡിയുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഒ പി ഡിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെ? നല്ല ഗുണനിലവാരമുള്ള ഒരു കെയർ, ക്വാളിറ്റി ആയിട്ടുള്ള ഗുണനിലവാരമുള്ള ഒരു പരിചരണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. Second one, modern techniques for investigation and treatment. ചികിത്സയ്ക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി പുതിയ ടെക്നോളജീസുകൾ കൊണ്ടുവരിക, അല്ലെ? അതായത് പുതിയ പുതിയ ടെക്നോളജികൾ ഇപ്പൊ അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റ് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പുതിയ പുതിയ ടെക്നോളജികൾ പല ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും പ്രയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്? മോഡേൺ ടെക്നിക്സുകൾ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നിക്സുകൾ MRI സ്കാൻ വരാം, അല്ലെ? ഇപ്പൊ സ്കാനിങ്ങിൽ തന്നെ നിരവധി ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? സ്കാനിങ്ങിൽ തന്നെ പുതിയ പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. MRI മാത്രമാണോ? കീഹോൾ സർജറി നമുക്ക് പറയുന്നത് ആണോ? ഇപ്പോ മിക്ക പ്രോസസ്സിനും കീഹോൾ സർജറി ഒക്കെ വരുന്നുണ്ട്, അല്ലെ? ഇതുപോലെ തന്നെ ഇപ്പോ റോബോട്ടിക് അങ്ങനെയുള്ള പല പല ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ പുതിയ മോഡേൺ ടെക്നിക്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? രോഗികളെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള
സൗകര്യങ്ങൾ കൊടുക്കാന്ന്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് പേഷ്യൻസിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക. സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇപ്പോ നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങള്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റികൾ കൊടുക്കാം, അല്ലെ? ഡ്രിങ്കിങ് ഫെസിലിറ്റീസ്, ഇപ്പോ ചെയറുകൾ അത്യാവശ്യം ഉണ്ടാവണം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അല്ലെ? അപ്പോ തുടങ്ങിയ പേഷ്യന്റിനെ, അല്ലെ, രോഗിയെ സംതൃപ്തരാക്കുന്ന രീതിയിലുള്ള നല്ല ഫെസിലിറ്റീസുകൾ കൊടുക്കും. ലിഫ്റ്റ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ, ഗുഡ് പബ്ലിക് റിലേഷൻ, അല്ലെ? നല്ലൊരു പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്ത് പോവുക. പേഷ്യൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ തമ്മിലുള്ള നല്ലൊരു പരസ്പരമായിട്ടുള്ള നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ 4 ഒബ്ജക്റ്റീവ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് കൂടി പറയാം. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പരിചരണമുള്ളൊരു കെയർ കൊടുക്കുക. ദെൻ മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കുക, മോഡേൺ ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ദെൻ ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസുകൾ കൊടുക്കുക. ഗുഡ് പബ്ലിക് റിലേഷൻ, അല്ലെ? നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്ത് പോവുക. ഒബ്ജക്റ്റീവ്സ് 4 ക്ലിയർ ആണോ? 4 ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, എല്ലാവരും ക്ലാസ്സിലുണ്ടല്ലോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഉറക്കത്തിലാണോ? കുഴപ്പമുണ്ടോ? ബോറിംഗ് ഉണ്ടോ? ഈ സമയത്ത് അത്യാവശ്യം ഉറക്കമൊക്കെ വരാലോ. ബോറിംഗ് ഉണ്ടെന്നാണോ ഉറക്കം എന്നാണോ ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കി എന്തൊക്കെയാണ് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഉറങ്ങണ്ട. നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഉറങ്ങി ശരിയാകില്ലല്ലോ. അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് കണ്ടു, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് the scope of OPD include the following. OPD സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന്, മീൻസ് OPD ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്, അല്ലെ? കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, നടപടികൾ എടുക്കുന്നു, പ്രൊസീജിയേഴ്സ്, വിവിധ നടപടികൾ, സ്പെഷ്യാലിറ്റി സർവീസസ്, സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസസുകളും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ. കേട്ടിട്ടുണ്ടോ? ഇപ്പോ സൗജന്യ നേത്ര ക്യാമ്പ്, അതുപോലെ തന്നെ അലർജി ടെസ്റ്റുകൾ, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ കിട്ടാറുണ്ട്, അല്ലെ? സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകാരൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ലേ? പോയിട്ടുണ്ട് അങ്ങനെ ക്യാമ്പുകൾക്ക്. മീൻസ് എപ്പോഴും അല്ലാട്ടോ, ഡെയിലി അങ്ങനെ ചെയ്യില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അങ്ങനെ ഒരു ക്യാമ്പുകളും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് സ്പെഷ്യാലിറ്റി സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞോളൂ. സെക്കൻഡ് വൺ, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, അല്ലെ? പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ സംരക്ഷണത്തിന് പ്രൊമോട്ടീവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെന്റീവ് ആയിട്ട്, മീൻസ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ടുള്ള കുറച്ച് കെയറുകളും പരിചരണങ്ങളൊക്കെ നമുക്ക് നൽകുന്നു. ക്ലിനിക്കുകൾ which include diabetic antenatal, സ്പെഷ്യൽ ആയിട്ട് ഡയബറ്റിക് ക്ലിനിക്കുകൾ ഉണ്ടാകും. അതായത് ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷുഗർ പേഷ്യൻസ് ഒക്കെ അവർക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക ഡയബറ്റിക് ക്ലിനിക്കുകൾ. അപ്പൊ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കാര്യങ്ങൾ ഉണ്ടാകും. ദെൻ അവരുടെ ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കുകൾ. അതുപോലെ തന്നെ ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ. ആന്റിനേറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? ആന്റിനേറ്റൽ അല്ലെങ്കിൽ അറിയോ? ആന്റിനേറ്റൽ മീൻസ് പ്രഗ്നൻസി ടൈം കെയർ ആണ് കേട്ടോ. ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആന്റിനേറ്റൽ മീൻസ് പ്രഗ്നൻസി ടൈം കെയർ, അതായത് പ്രഗ്നൻസി ടൈമിലുള്ള കെയറിങ്ങിന്. അപ്പൊ എക്സ്പെഷ്യലി ഗൈനക് വുമൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഗൈനക് ഡോക്ടർ ഉണ്ടാകും. ആ ഒരു അവരുടെ മാത്രം, അതായത് പ്രഗ്നൻസി വുമൻസ്, പ്രഗ്നൻസി ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ലിനിക് ആണത് ആന്റിനേറ്റൽ എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈം കെയറിങ് എഴുതി വെക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളിത് ചിലപ്പോൾ നാളെടുത്ത് വായിക്കുമ്പോൾ എന്താണ് ആന്റിനേറ്റൽ എന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് എഴുതി വെക്കാൻ പറയുന്നത്. നമ്മൾ ചാപ്റ്റർ എടുത്ത് പോകുമ്പോൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഓരോ ടേമുകൾ ഞാൻ എടുത്തെടുത്ത് മലയാളം പറയുന്നത് വേറൊന്നുമല്ല,
എല്ലാവരും ഒരേ ലെവലായിരിക്കണമെന്നില്ലല്ലോ. എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, എങ്കിലും കുറെ പേർക്ക് അത് ചിലപ്പോൾ മീനിങ് അറിയില്ലാത്തതൊക്കെ ഉണ്ടാകാം. അപ്പൊ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മലയാളത്തില് മീൻസ് അറിയാത്ത വേർഡുകളൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, ആന്റിനേറ്റൽ മീനിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈം കെയറിങ്. ഓക്കെ, പ്രഗ്നൻസി ടൈം കെയറിങ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത വേർഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അതിന്റെ മുകളിലൊന്നും എഴുതി വെക്കാം. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി അറിവ് കൂടുതലേ ഉള്ളൂ. ഓക്കെ, നമ്മളൊരു ഡൗട്ട് വെച്ചിട്ട് മീനിങ് അറിയാതെ വെറുതെ ഡൗട്ട് വെച്ചിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് ഒരു അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അറിയില്ലാത്ത വേർഡുകൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇതിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡുമായിട്ട് പഠിച്ചവരുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞവരുണ്ടാകാം, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാകാം, അല്ലെ? അപ്പോ ഗ്യാപ്പ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ട്രാക്കിലോട്ട് നിങ്ങൾ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ടോ അധികം? ഉണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരും, അല്ലെങ്കിൽ കുറച്ച് നാള് പഠനത്തിൽ നിന്നൊക്കെ ഗ്യാപ്പ് വന്നിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാകാം, അല്ലെ? അങ്ങനെ ഉണ്ടാരെങ്കിലോ? അറിയില്ല, എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. കുറച്ച് പേരൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളാം. നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ പഠനത്തിന്റെ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. കേട്ടോ, ഗ്യാപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അറിയില്ലാത്ത വേർഡ്സുകളൊക്കെ വരുമ്പോൾ മീനിങ് പറയുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, ഒന്ന് മലയാളത്തിലൊന്ന് എഴുതി വെച്ചോളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുള്ളൂ. നമ്മളല്ലാതെ സംശയം വെച്ചത് വായിച്ച് പഠിക്കാൻ പാടില്ല. പിന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ മാക്സിമം നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, പോയിന്റ്സുകളൊക്കെ, അല്ലെ? അതൊക്കെ ബൈഹാർട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അതെന്തും നമ്മളുടെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, കണ്ടിന്യൂ. എന്തോ പറഞ്ഞപ്പോ അത്രയും പറഞ്ഞു പോയതാണ് കേട്ടോ. ദെൻ പ്രിവെന്റീവ് ആന്റിനേറ്റൽ കെയർ ആണ് പറഞ്ഞത്, അല്ലെ? ഓക്കെ, അപ്പോൾ ഡയബറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ വേണ്ടി മാത്രമുള്ള ഒരു ക്ലിനിക്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആന്റിനേറ്റൽ പ്രഗ്നൻസി ടൈം കെയറിംഗ് ആണ്. പ്രഗ്നൻസി വുമൻസിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് റീഹാബിലേഷൻ സർവീസസ്. എക്സാമ്പിൾ ഇത് പറയുന്നുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പി, ദെൻ ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പി റീഹാബിലേഷൻ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫിസിയോതെറാപ്പി, അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസോർഡർ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. ഓക്കെ, ഒക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പോ സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്, ഇല്ലേ? കേട്ടിട്ടുണ്ടോ? കുട്ടികളാണെങ്കിലും അധികം സംസാരിക്കാൻ ചിലവർക്ക് അത് തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകും, അല്ലെ? സ്പീച്ച് തെറാപ്പി അതൊക്കെ ഒരു ഒക്യുപേഷണൽ തെറാപ്പിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. റീഹാബിലേഷൻ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിയോതെറാപ്പി, ഇതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അല്ലെ? നല്ലൊരു ആരോഗ്യ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. ഇത്രയുമാണ് ഒരു OPD സ്കോപ്പ്, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ റീഹാബിലേഷൻ അതൊക്കെ റിപ്പീറ്റേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഒബ്ജക്റ്റീവും സ്കോപ്പും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? 4 ഒബ്ജക്റ്റീവ് വായിക്കുക. സ്കോപ്പ് ആന്റിനേറ്റൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതാത്തവർ എഴുതാട്ടോ. പ്രഗ്നൻസി ടൈം കെയറിംഗ് ആണ്. ലാസ്റ്റ് പോയിന്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാന്ന്. അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയില്ലേ? അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോ അവര് ഇപ്പൊ വാർഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ വാർഡിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആകുന്ന ടൈമിലൊക്കെ വാർഡിൽ എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പോ ഈ മെറ്റേണിറ്റി വാർഡൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ വരുന്ന മെറ്റേണിറ്റി വാർഡുകൾ, അവിടെയൊക്കെ അവർ ചെറിയ ക്ലാസ്സുകൾ പോലെയൊക്കെ എടുക്കാറുണ്ട്, ഇല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മീൻസ് ഇതുപോലെ മെറ്റേണിറ്റി വാർഡിലാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡുകളും കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ അവർ തന്നെ ചെറിയൊരു ക്ലാസ് പോലെയൊക്കെ, ഒരു അവയർനെസ് ക്ലാസ് പോലെയൊക്കെ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ. ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ? കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, കണ്ടിന്യൂ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഒബ്ജക്റ്റീവ്സും ദെൻ സ്കോപ്പ്. നെക്സ്റ്റ് വൺ ലൊക്കേഷൻ ഓഫ് ഒ പി ഡി. ഇനി ഒ പി ഡിയുടെ ലൊക്കേഷൻ എവിടെയാണ് ഒ പി ഡി ലൊക്കേഷൻ വരുന്നത്? നമ്മൾ ഫസ്റ്റ്ലി ഡോക്ടറെ കാണാനായിട്ട് ഇതൊക്കെ ചെല്ലുന്നത് എവിടെയാണ്? ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ആണോ? നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണോ ഒ പി ഡി? ആണോ? അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേഷൻ ഓഫ് ഒ പി ഡി. ഓൺ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷുഡ് ഷെയർ വിത്ത് ഐ പി ഡി. ഐ പി ഡിയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഐ പി ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്റ്റിക് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക് തെറാപ്റ്റിക് ഫെസിലിറ്റികളൊക്കെ ആ താഴെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും അല്ലെ. അതായത് ഇപ്പോൾ ലബോറട്ടറിയും അതുപോലെ തന്നെ മറ്റ് ചികിത്സാപരമായിട്ടുള്ള ഫെസിലിറ്റികളും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും. യുഡി ഡയറക്ഷണൽ ഫ്ലോ. എന്ത് യുഡി ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുഡി മോഡൽ മൾട്ടി മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യുഡി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? വൺ അല്ലെ, ആണോ? യുഡി മൾട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം അല്ലെ. അപ്പൊ യുഡി എന്ന് പറഞ്ഞാൽ ഒറ്റത്. യുഡി ഡയറക്ഷണൽ ഫ്ലോ, അതായത് ഒരു ഏകദിശാ പ്രവാഹം. മലയാളത്തിലെ പ്രോപ്പർ മലയാളം അതാണ്, അതൊന്ന് നോക്കട്ടെ നിങ്ങള്. അതായത് ഒറ്റ ഫ്ലോയിലായിരിക്കും. നമ്മൾ ഒ പിയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് എല്ലാ കാര്യങ്ങളും ഒറ്റ ഇതിൽ തന്നെ ആയിരിക്കും. ആണോ? നമ്മുടെ രജിസ്ട്രേഷൻ എടുത്തു, മീൻസ് റിസപ്ഷനിൽ പോയി രജിസ്ട്രേഷൻ എടുത്തു, നമ്പറൊക്കെ എടുത്തു, ടോക്കൺ നമ്പർ എടുത്തു, ഡോക്ടറെ കാണാനൊക്കെ ഇരുന്നു. ചിലപ്പോ ലബോറട്ടറി അവിടെ തന്നെയായിരിക്കും, ഒറ്റ ഏരിയയിൽ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും. ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒ പി ഡി സെക്ഷനിൽ ഈ ഡയറക്ഷനിലായിരിക്കും എല്ലാം. ഓരോ ഏരിയ ഒരേ സെയിം ഏരിയയിലായിരിക്കും. അല്ലാതെ നമ്മളിപ്പോ എന്താ പറയാ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി മുകളിലത്തെ നിലയിൽ പോയി സെക്കൻഡ് ഫ്ലോറിൽ പോയി, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി മുകളിലത്തെ നിലയിൽ അങ്ങനെയൊന്നും പോകേണ്ട, എല്ലാം ഒറ്റ ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആയോ? യു ഡി ഡയറക്ഷനിൽ എന്താണത്? ഓക്കെയാണോ? യു ഡി ഡയറക്ഷനിൽ വേർഡ് കാണുമ്പോൾ ചിലപ്പോ കുറച്ച് കടുകട്ടിയും വേർഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. ഓക്കെ, ഒറ്റ ഏരിയയിൽ തന്നെയാണെന്നല്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ എന്താ പറയാ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മീൻസ് ഓരോ ഫ്ലോറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ ഡയറക്ഷനിലാണ്. Then last one, scope of expansion. എക്സ്പാൻഷൻ ഉള്ള ഒരു സ്കോപ്പും കൂടി ഉണ്ടാവുന്നത്. എക്സ്പാൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മലയാളത്തിൽ എന്താ പറയാ? വിപുലീകരണം അല്ലെ. അതായത് എക്സ്പാൻഷൻ ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം എന്ന്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലും ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ബിൽഡിംഗ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും ഇല്ലേ? പണിയാറുണ്ടോ? ചിലപ്പോ കുറച്ച് മീൻസ് അതിന് സ്പേസ് ഉണ്ടാവും കുറച്ച് അല്ലെ, ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ സ്പേസുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഷൻ സ്കോപ്പ്. അതായത് ഭാവിയിൽ പുതിയൊരു ബിൽഡിംഗ് ഒക്കെ പണിയാൻ വേണ്ടിയിട്ടും കൂടി ഓൾറെഡി അവര് എന്താ പറയാ ഒരു സ്പേസ് കണ്ടുവച്ചിട്ടുണ്ടാകും.
ഓക്കെ, അതാണ് എക്സ്പാൻഷൻ. ഒരു പുതിയ ബിൽഡിംഗ് വേണമെങ്കിൽ അതിന് പണിയാനായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ഓൾറെഡി അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻസിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, അതുപോലെ തന്നെ IPD ആയിട്ട് ഷെയർ ചെയ്യുന്നു. മീൻസ് നമ്മൾ ഇൻപേഷ്യന്റിന് നമ്മൾ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നിന്നാണല്ലോ ഇൻപേഷ്യന്റിലോട്ട് വിടുന്നത്. അതുപോലെ ഡയഗ്നോസ്റ്റിക് തെറാപ്പിക് ഫെസിലിറ്റികൾ, ടെസ്റ്റുകളും ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ. ദെൻ യൂണിഡയറക്ഷണൽ ഫ്ലോ, മറ്റൊരു ഡയറക്ഷണൽ ഫ്ലോയിലായിരിക്കും. ദെൻ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, അല്ലെ, വിപുലീകരണത്തിന് ഒരു മീൻസ് ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ വേണമെങ്കിൽ പണിയാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷൻസ് ഓഫ് OPD പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏരിയ ഓഫ് OPD. ഒരു ടേബിൾ ആണ്. ഈ ഒരു ടേബിൾ കൂടി ജസ്റ്റ് ഒന്ന് പറയാം, അതും കൂടി കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അധികം ഞാൻ എടുത്ത് ബോറടിപ്പിച്ചിട്ടില്ല. ടേബിളും കൂടി പറയാലോ, കുഴപ്പമുണ്ടോ? കേട്ടിരിക്കാൻ റെഡിയാണോ? ടേബിള് ജസ്റ്റ് ചെറിയൊരു ടേബിൾ ആണ്, അത് ജസ്റ്റ് പോയിന്റുകൾ മാത്രം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ ഉറങ്ങിയാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല, ഒരുപാട് എടുത്തിന് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് OPD എന്ന് പറഞ്ഞു. അപ്പൊ OPD-യില് 3 ഏരിയകളായിട്ടാണ് നമ്മൾ OPD-നെ തിരിച്ചിരിക്കുന്നത്. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ദെൻ ക്ലിനിക്കൽ ഏരിയ. 3 ടൈപ്പ് ഏരിയകളാണ് OPD-യിൽ വരുന്നത്. പേഷ്യന്റ് ഏരിയയും അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കൽ ഏരിയ. അപ്പൊ പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പേഷ്യൻസിന് എവിടേക്കാണോ പേഷ്യൻസ് പോകുന്നത് അതാണ് പേഷ്യന്റ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എവിടേക്കാണോ അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതാണ് പേഷ്യന്റ് ഏരിയ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയകൾ, ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ളത്, നമ്മളുടെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് വരുന്ന ഏരിയകൾ. ഓക്കെ, 3 ഏരിയകളും ക്ലിയർ ആണല്ലോ. ഇനി ഓരോ ഏരിയയിലും ഏതൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത്. പേഷ്യന്റ് ഏരിയ, എവിടേക്കാണ് പേഷ്യന്റ് പോകുന്ന ഏരിയകൾ. എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ ആൻഡ് ATM മെഷീൻ എക്സെട്ര. ചില ഹോസ്പിറ്റലുകളിൽ ATM മെഷീൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലും കമ്പൽസറി ഒന്നുമല്ല, എങ്കിലും കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഓൾറെഡി ATM മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പേഷ്യന്റ്. നമ്മൾ ചെല്ലുന്ന ഏരിയയില് നമ്മൾ എൻട്രൻസിൽ പോകുന്നു, റിസപ്ഷനിലേക്ക് പോകാറുണ്ട്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോകും, റെക്കോർഡ് റൂമിലേക്ക് പോകും. റെക്കോർഡ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചീട്ടുകളും മീൻസ് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ രജിസ്ട്രേഷനോട് ചേർന്നിട്ടുള്ള റൂം തന്നെ. വെയിറ്റിംഗ് ഏരിയ, നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാറുണ്ട് ഡോക്ടറെ കാണാം. ദെൻ സ്നാക്ക് ബാർ, ഇപ്പോ ക്യാൻറ്റീൻ അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉള്ള ചെറിയൊരു ഇത്. ദെൻ ATM മെഷീൻ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന ഒരു ഏരിയ, പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, കുറച്ചും കൂടി ഭരണപരമായിട്ടുള്ള ഏരിയ. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, ഇപ്പൊ PRO അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്. നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ഓഫീസ്, PRO-ന്റെ ഓഫീസുകള്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഇവിടെയൊക്കെ നമുക്ക് പ്രവേശനം ഉണ്ടോ? നമുക്ക് അവിടെ വല്ല റോൾ ഉണ്ടോ? ഉണ്ടോ? പേഷ്യന്റിന് ഉണ്ടോ? റോൾ ഉണ്ടോ? അവിടെ പോയിട്ട് PRO-ന്റെ ഓഫീസിൽ പോയിരിക്കാൻ പറ്റുമോ? അക്കൗണ്ട് സെക്ഷനിൽ നമുക്ക് നോക്കാൻ പറ്റുമോ? ബില്ലിങ്ങിൽ നമുക്ക് പറ്റില്ല, സെക്യൂരിറ്റിയിൽ പറ്റില്ല, സ്റ്റോർ റൂം ഇതൊന്നും നമുക്ക് പ്രാധാന്യമില്ല. അതിനാൽ തന്നെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അതോറിറ്റിക്ക് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ലാസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ള ഏരിയ, അല്ലെ? ചികിത്സാപരമായിട്ടുള്ള ഏരിയകളാണ് വരുന്നത്. അപ്പോ കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, then dressing room, physiotherapy, blood bank, radiology, അല്ലെ? കൺസൾട്ടേഷന്റെ റൂം വരും, അതുപോലെ തന്നെ എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ദെൻ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ദെൻ റേഡിയോളജി. അപ്പൊ റേഡിയോളജി ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന റൂമുകൾ. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോ 3 ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. പേഷ്യന്റ് ഏരിയയും അഡ്മിനിസ്ട്രേറ്റീവും ദെൻ ക്ലിനിക്കൽ ഏരിയ. അപ്പൊ പേഷ്യന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയകൾ, നമ്മള് പേഷ്യൻസുകൾ ഇടപെടുന്ന ഏരിയകൾ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായിട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏരിയകൾ. ഇപ്പൊ കൺസൾട്ടേഷനും അതുപോലെ തന്നെ എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഇതൊക്കെ നമ്മൾ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്.
ഓക്കെ, ക്ലിയർ ആണോ? ഇനി ലൊക്കേഷനും അതുപോലെ തന്നെ ആ ടേബിളും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലൊക്കേഷനും വായിക്കണം, ടേബിളും വായിക്കണം. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സാമിന് ചിലപ്പോ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ഞാനൊരു മോഡൽ പോലെ പറയാം. ദെൻ എക്സാമിന് ചിലപ്പോ ചോദിക്കാം ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, മൂന്ന് ഇത് തന്നിരിക്കുകയാണ്. ഐഡന്റിഫൈ വിച്ച് ഏരിയ ഓഫ് OPD. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം, ഐഡന്റിഫൈ വിച്ച് ഏരിയ. നമ്മളിത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കണം. എങ്കിലേ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പേഷ്യന്റ് ഏരിയ എന്ന് പറഞ്ഞാല് നമ്മൾ പോകുന്ന ഏരിയകൾ മീൻസ് പേഷ്യന്റ് കൂടുതലായിട്ട് പേഷ്യന്റിന് പ്രാധാന്യമുള്ള ഏരിയകൾ. ഇപ്പൊ എൻട്രൻസിൽ നമ്മൾ പേഷ്യൻസ് പോകാറുണ്ട്. അതുപോലെ റിസപ്ഷനിൽ നമ്മൾ ചെന്ന് നമ്മളുടെ ഡൗട്ട്സുകൾ നമുക്ക് ചോദിക്കാം. അതുപോലെ രജിസ്ട്രേഷൻ, നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നു. റെക്കോർഡ് റൂമിലും നമ്മൾ പോകാറുണ്ട്. റെക്കോർഡ് റൂം മീൻസ് നമ്മൾ റെക്കോർഡുകളൊക്കെ നമ്മളിപ്പോ ടെസ്റ്റ് ചെറിയ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതുന്ന ആ ഒരു ഏരിയ. അതുപോലെ വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ ഡോക്ടർ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാറുണ്ട്. ദെൻ സ്നാക്ക് ബാർ, ATM, ക്യാൻറ്റീനും അതുകൂടെയൊക്കെ നമ്മൾ പോകുന്ന ഏരിയയാണ്. പേഷ്യന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഇപ്പോ പബ്ലിക് റിലേഷൻ PROന്റെ ഓഫീസിലോ അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലോ ഒന്നും നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് പേഷ്യന്റ് ഏരിയ അല്ല. ഓക്കെ, ക്ലിയർ ആയോ? പേഷ്യന്റിന് പ്രാധാന്യമുള്ളത് പേഷ്യന്റ് ഏരിയ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോ എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് നമ്മൾ നോക്കി. ദെൻ ഔട്ട് പേഷ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ്, 4 ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ദെൻ സ്കോപ്പ്, ലൊക്കേഷൻ. ലൊക്കേഷൻ മെയിൻ ആയിട്ട് നമ്മൾ പറയാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഏരിയാസ് 3 ടൈപ്പ് ആണ്. ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. മോക്ക് ടെസ്റ്റ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഏരിയകളും നിങ്ങൾ പഠിക്കുക. അതായത് പേഷ്യന്റ് ഏരിയയിൽ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ പഠിക്കണം. ക്ലിനിക്കൽ ഏരിയകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോ ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, ഈ 3 ഏരിയകൾ തന്നു. എന്നിട്ട് ചോദിക്കുന്നതാണ് ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് OPD, വിച്ച് ടൈപ്പ് ഓഫ് ഏരിയ എന്ന് ചോദിച്ചു. ഏരിയ ഇൻ OPD യിൽ ഏത് ഏരിയ ആണെന്ന്. അപ്പോ ഈ ബില്ലിങ്ങും സെക്യൂരിറ്റിയും ട്രാൻസ്പോർട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ് എന്ന് അറിയാവുന്ന ഒരാൾക്കല്ലത് അതിന്റെ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ഏരിയയിലും എന്തൊക്കെ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും ഭാഗമാണ് എടുത്തത്. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ക്ലാസ് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ ആണ് എല്ലാവർക്കും? അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമുക്കത് സിമ്പിൾ ആക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.